ദൈവത്തിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പലവിധമായ സ്വഭാവങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്നുകൂടെ രുചിച്ച് അറിയുവാൻ, ആ ദൈവത്തോട് അടുക്കുവാനാണ് നമുക്ക് ഇടയാകും. കർത്താവായ യേശു ക്രിസ്തു സന്തോഷിച്ചിട്ടുണ്ട്, കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അല്ലെ? മരണ വീടുകളിലും പോയിട്ടുണ്ട്, രോഗമായിരുന്നവരുടെ വീടുകളിലും പോയിട്ടുണ്ട്, മലമേൽ പോയിട്ടുണ്ട്, കാടുകളിൽ പോയിട്ടുണ്ട്, മരുഭൂമികളിൽ പോയിട്ടുണ്ട്. യേശു ക്രിസ്തു കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? കരഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം കരഞ്ഞതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു വേദഭാഗത്തേക്ക് തിരിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗം തന്നെയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം, അതിന്റെ 33-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം, ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 33. അവൾ കരയുന്നതും, മറിയ അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. ഹി ഗ്രൗണ്ട് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ട്രബിൾഡ്. അതിന്റെ 11-ന്റെ വാക്യം കൂടെ നോക്കിയേ. യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. യേശുക്രിസ്തുവിന്റെ കരച്ചിലുകൾ ഒരു പ്രധാന പഠനമാണ്. അവന്റെ ഹൃദയ തകർച്ച ഒരു നല്ല പഠനമാണ്. യേശുവിനെ അറിയുക, നന്നായി അറിയുക, രുചിച്ചറിയുക എന്നുള്ള വിഷയമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടുള്ള ബന്ധത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു ആലോചന വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കരച്ചിൽ പല പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് അല്ലേ? ലൂക്കോസ് സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ 41 മുതൽ 46 വരെ എടുക്കണമെന്നില്ല, ശ്രദ്ധിച്ചാൽ മതിയാവും. അതൊന്നും പ്രധാനപ്പെട്ട വിഷയമല്ല. അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു കരച്ചിലുണ്ട്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ, യെരൂശലേം നഗരത്തെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് കരഞ്ഞു എന്ന് തന്നെ അവിടെ വായിക്കുന്നുണ്ട്. വെപ്റ്റ് ഓവർ ഇറ്റ്. അവൻ കരഞ്ഞു, ആ നഗരത്തെ നോക്കിക്കൊണ്ട് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. അടുത്ത് പറയുകയാണ്, നിന്റെ സന്ദർശന കാലം നീ അറിയാത്തത് കൊണ്ട്, ദ ടൈം ഓഫ് ദൈ വിസിറ്റേഷൻ, നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി, കാസ്റ്റ് എ ട്രഞ്ച്, നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി, നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഇത് പറഞ്ഞുകൊണ്ടാണ് കരഞ്ഞത്. കർത്താവ് കരഞ്ഞു. സന്ദർശന കാലം അറിയാത്തത് കൊണ്ട് കരഞ്ഞു. യെരൂശലേം നഗരത്തെ നോക്കി കരഞ്ഞു. ഈ പറഞ്ഞ വാക്യങ്ങൾ തന്റെ ഉള്ളിൽ നിന്ന് വന്നതാണെങ്കിലും യെശയ്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകനും പ്രവചിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. യെശയ്യാവ് 29-3-4 വാക്യങ്ങളിലും യിരെമ്യാ പ്രവചനം 6-3-6 വാക്യങ്ങളിലും ഈ കർത്താവ് പറഞ്ഞ പ്രവചനവാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അവിടെ കരയുന്നത്, ദുഃഖം പങ്കുവെക്കുന്നത്. നശിച്ചു പോകുന്ന ജനതയെ ഓർത്ത്, അറിയാത്ത ജനതയെ ഓർത്ത് കരയുന്ന കർത്താവ്. എത്ര കർത്താവിന്റെ ആ ഒരു വിചാരം എത്രയോ വലുതാണ്. സമാധാനത്തിനുള്ളത് അറിയാത്തത് കൊണ്ട് കർത്താവ് കരയുകയാണ്. കർത്താവ് സമാധാനത്തിനുള്ളതെല്ലാം ദൈവത്തിന്റെ പക്കലുണ്ട്. എന്നാൽ അതറിയാതെ ജീവിക്കുന്ന ജനതയെ ഓർത്ത് ദൈവം കരയുകയാണ്. ഈ കരച്ചിൽ വെറും കരച്ചിലല്ല, കർത്താവ് ആത്മാർത്ഥമായി കരയുകയാണ്. പ്രിയമുള്ളവരെ, ഈ കരച്ചിലിന്റെ ഒരു ബാക്കിപത്രമാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ക്രൂശും ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം. തന്റെ ശരീരമാകെ അടിച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട്. താൻ തന്റെ തലയിൽ മുൾമുടി കൊണ്ട് ആഞ്ഞടിക്കപ്പെട്ടിട്ടുണ്ട്. താൻ ക്രൂശും വഹിച്ചുകൊണ്ട് ഗൊൽഗോഥ മലയുടെ മുകളിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ പുറകെ കടന്നു വരുന്ന ഒരു സ്ത്രീജൻ കൂട്ടം വിലപിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, കർത്താവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് തന്നെ അനുഗമിക്കുക.
തന്റെ വേദനകളൊക്കെ മറന്നു. ആ കരച്ചിലിന്റെ മുമ്പിൽ തന്റെ വേദനകളൊക്കെ മറന്നിട്ട് കർത്താവ് അവരെ തിരിഞ്ഞൊന്ന് നോക്കി. ക്രൂശിൽ കിടന്നുകൊണ്ടും കർത്താവ് പലരെയും തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അവന് വിചാരണ നടത്തുമ്പോഴും കർത്താവ് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് പത്രോസിനെ, അല്ലേ? അപ്പോൾ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ്, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 27-28 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ. കർത്താവ് യെരൂശലേം നഗരത്തെ നോക്കി കരഞ്ഞ ആ കരച്ചിലിനെ ഓർപ്പിക്കുന്നതാണ് കർത്താവിന്റെ വചനങ്ങൾ. നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, അതല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളെ ഓർത്തും നിങ്ങളുടെ മക്കളെ ഓർത്തും നിങ്ങൾ കരഞ്ഞേ മതിയാവൂ. കാരണം സമാധാനത്തിനുള്ളത് അവർ അറിയുന്നില്ല, അവർ അറിയേണ്ടത് അറിയുന്നില്ല, നാശത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വരുന്ന തലമുറകളെ ഓർത്തും ജനതയെ ഓർത്തും നശിച്ചു പോകുന്ന ജനതയെ ഓർത്തും നിങ്ങൾ കരയണം. കർത്താവ് കരയുന്നുണ്ട്, എന്നാൽ നമ്മൾക്കും കരയുവാനുള്ള ബാധ്യതയുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യമുണ്ട്. മറ്റൊരു സന്ദർഭം നമുക്കറിയാം, ഞാനെല്ലാം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ക്രൂശിന്മേൽ കിടന്ന് നിലവിളിച്ച ഒരു നിലവിളിയുണ്ട്, ഇല്ലേ? എന്താ? എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് ഉറക്കെ നിലവിളിച്ചു. ക്രൈ ഔട്ട്, വളരെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടാണ് തന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിച്ചു കൊടുത്തത്, ഇല്ലേ? യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇത് വെറും കരച്ചിൽ മാത്രമല്ല, ഇത് വെറും ഒരു കരച്ചിലല്ല, തന്റെ വേദനയിൽ നിന്നുണ്ടായ നിലവിളി മാത്രമല്ല, അവിടെ ഉണ്ടായ ആ താൻ നിർവഹിച്ച കാര്യത്തിന്റെ അല്ലെങ്കിൽ ആ ദൗത്യ പൂർത്തീകരണത്തിന്റെ സന്തോഷം കൊണ്ടും മാത്രമല്ല, തന്റെ വേദനയിൽ നിന്നും ഒക്കെ ഉള്ള ഒരു നിലവിളിയാണ്. ഇത് വിജയത്തിന്റെ ആഹ്ലാദ ഘോഷമായിരുന്നു. എല്ലാം പൂർത്തിയായി, നിവർത്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞുള്ള ആ നിലവിളി. പ്രിയമുള്ളവർ, ഇങ്ങനെ കരച്ചിലുകൾ ധാരാളമുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കരച്ചിലാണ് ലാസറിന്റെ കല്ലറയ്ക്ക് അരികെ നിന്നുകൊണ്ടുള്ള ആ കരച്ചിൽ എന്നുള്ളത്. യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞ് ശരിക്കും കർത്താവ് കരഞ്ഞു. കണ്ണിൽ കൂടെ ധാരധാരയായിട്ട് വെള്ളമൊഴുകി, കണ്ണുനീർ ഒഴുകി. നമ്മൾ പലപ്പോഴും അത് വായിച്ച് വിടാറുണ്ടോ, സങ്കടം കൊണ്ട് കരഞ്ഞു. അതിനോട് നമ്മൾ എത്രത്തോളം പ്രതികരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കർത്താവ് കരയുന്നത്, അവന്റെ ഹൃദയം കലങ്ങുന്നത് കണ്ട യഹൂദന്മാരുണ്ടായി. യഹൂദന്മാർ അവിടെ 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി. നിങ്ങളത് വായിച്ചിട്ടുണ്ടായിരിക്കും. 11-ാം അധ്യായം 36-ാമത്തെ വാക്യത്തില് അവിടെ ഒരു കൂട്ടം യഹൂദന്മാർ പറയുകയാണ്, കണ്ടോ, അവനോട് എന്ന് പറഞ്ഞാൽ ലാസറിനോട് എത്ര പ്രിയമുണ്ടായിരുന്നു. Behold, how he loved him. അവർ വിചാരിച്ചു ലാസറിനോടുള്ള ആ സ്നേഹത്തിന്റെ, അവൻ മരിച്ചുപോയ ആ ദുഃഖം കൊണ്ടാണ് കരഞ്ഞത് എന്നുള്ള ഒരു പ്രതികരണമാണ് അവിടെ നടത്തുന്നത്. ലാസറിനെ ദൈവം വളരെയധികം സ്നേഹിച്ചിരുന്നു. അവിടെ അറിയിക്കുമ്പോൾ നമ്മൾ പറയുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. യേശു മാർത്തയെയും മറിയയെയും അവരുടെ സഹോദരനായ ലാസറിനെയും സ്നേഹിച്ചു. സ്നേഹമുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ സ്നേഹം ആണോ അവിടെ കരച്ചിലിന് ആധാരമായത്? ഇവിടെ പ്രതികരണം അതാണ്. നോക്കൂ, എത്ര പ്രിയമുണ്ടായിരുന്നു അവനോട്. ആ മരിച്ചതിലുള്ള ദുഃഖം കൊണ്ടാണ് കർത്താവ് കരയുന്നത് എന്നാണ് അവരുടെ നിഗമനം. ഇനി മറ്റൊരു കൂട്ടരും അവിടെ ഒരു കമന്റ് നടത്തി. 11-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ അവർ പറയാൻ, ലാസറിനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ, ലാസറിന് യഥാർത്ഥമായിട്ട് അവൻ സ്നേഹിച്ചിരുന്നു എങ്കിൽ കുരുടന്റെ കണ്ണു തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ? ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. ഒരു പിറവിയിലെ കുരുടന് സൗഖ്യം കൊടുക്കുന്നുണ്ട്. അത് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ഇവന്റെ പാപമാണോ കാരണം, അതോ ഇവന്റെ മാതാപിതാക്കളുടെ പാപമാണോ കാരണം? അതൊക്കെയാണ് നമ്മുടെയൊക്കെ ചിന്ത. രോഗങ്ങൾ വരുന്നത്, കഷ്ടങ്ങൾ വരുന്നതും പ്രയാസങ്ങൾ വരുന്നതും ഒക്കെ നമ്മുടെ പാപങ്ങൾ നിമിത്തമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ആകാം. എന്നാൽ അവിടെ കർത്താവ് മറ്റൊരു കാര്യമാണ് ശിഷ്യന്മാരെ ബോധ്യപ്പെടുന്നത്. ഇവൻ കുരുടനായി പിറന്നതിന് ഇവന്റെ പാപവും കാരണമല്ല,
ഇവൻ്റെ മാതാപിതാക്കളുടെ പാപവും കാരണമല്ല. ഇവർ പാപം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, ആ കാരണത്താലല്ല ഇവൻ കുരുടനായി പിറന്നത്. പിന്നെ എന്തിനാണ്? ദൈവ പ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ദൈവ പ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ. അപ്പോൾ യഹൂദന്മാരുടെ ഒരു കൂട്ടം യഹൂദന്മാരുടെ പ്രതികരണം ഇതായിരുന്നു: ഇവനെ ഈ ലാസറിനോട് ഇത്ര പ്രിയമുണ്ടല്ലോ, മരിക്കാതാക്കുവാൻ കർത്താവിന് കഴിയില്ലായിരുന്നോ? ചിന്തിക്കണം. കഴിയില്ലായിരുന്നോ? തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. ഈ ഭാഗം നമുക്ക് അല്പം ചിന്തനീയമാണ്. ആദ്യത്തെ കമൻ്റ് അല്ല, രണ്ടാമത്തെ കമൻ്റ്. ഇവനെ മരിക്കാതാക്കുവാൻ കർത്താവിന് കഴിയില്ലായിരുന്നോ? പ്രിയമുള്ളവരെ, കഴിയുമായിരുന്നു. എന്നാൽ അവൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലാസറിനെ ജീവൻ കൊടുത്ത് ഉയർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ നമ്മൾ 11:38 വായിച്ചത്, യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കൽ എത്തി എന്നൊരു പ്രയോഗമുണ്ട്. ഉള്ളം നൊന്ത് കല്ലറയ്ക്കൽ എത്തി. നമ്മുടെ വിഷയം, യേശു എന്തിനാ കരഞ്ഞത്? രണ്ട് അഭിപ്രായങ്ങൾ അവിടെ നിന്നുണ്ടായി. യേശു എന്തിന് കരഞ്ഞു? യേശു ലാസറിന് ജീവൻ നൽകി അവനെ ഉയർപ്പിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് സൗഖ്യം കൊടുക്കാത്തത്. എന്നാൽ എന്തിന് ഈ കല്ലറയ്ക്കൽ വന്നു നിന്ന് ഇത്രയും ധാരധാരയായി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് എന്തിന് കരഞ്ഞു? അതാണ് വിഷയം. എന്തിന് കരഞ്ഞു? കർത്താവിന് വികാരഭേദങ്ങളൊക്കെ ഉണ്ടല്ലേ. കോപം വരുന്നിട്ടുണ്ട്, സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യന് ഉള്ള പല വികാര കാര്യങ്ങളും ആർക്കുണ്ട്? പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായവൻ എന്നാണ് ലേഖനങ്ങളിൽ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു വികാരമുണ്ട് കർത്താവിന്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ ഈ യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കുവാൻ, അവന് ജീവൻ കൊടുക്കുവാൻ വന്നിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്തിന് ഈ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് കരഞ്ഞു? അവൻ ദൈവപുത്രനാണ്. അവൻ മനുഷ്യൻ മാത്രമല്ല, അവൻ ദൈവപുത്രനാണ്. അവൻ എന്തിന് ഈ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് കരഞ്ഞു? ഈ കരച്ചിലിൻ്റെ ശരിക്കുമുള്ള കാരണം മനസ്സിലാക്കുവാൻ അല്പ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. എന്തിനാണ് കരഞ്ഞത്? ഇവർ പറഞ്ഞ അഭിപ്രായമാണോ? ആദ്യത്തെ കൂട്ടർ പറഞ്ഞു അവന് പ്രിയം കൊണ്ടാണ് കരഞ്ഞത്, ലാസറിനോടുള്ള പ്രിയം കൊണ്ട് ആണോ? നമുക്ക് പരിശോധിക്കണം. ഇത് പരിശോധിക്കണമെങ്കിൽ ഈ സംഭവത്തിൻ്റെ ചില രംഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകേണ്ടിയിരിക്കുന്നു. മാർത്തയും മറിയയും അവരുടെ സഹോദരിമാരാണ്. ഈ ലാസറിൻ്റെ രോഗവിവരം കൃത്യസമയത്ത് അവരെ അറിയിച്ചു. ആരെ? കർത്താവിനെ അറിയിച്ചു അല്ലേ. അത് നമ്മൾ 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. എന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ലാസറിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന യേശുക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന ഒരു കുടുംബം, അവർ വളരെ പ്രത്യാശയോടുകൂടെ, വളരെ ഉറപ്പോടുകൂടെ അറിയിക്കുകയാണ്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ഇതാ ഗുരുതരമായ അവസ്ഥയിലാണ്, ദീനമായി കിടക്കുകയാണ്. എന്തിനാ അറിയിച്ചത്? കർത്താവായ യേശുക്രിസ്തു ഞങ്ങളോട് പ്രവർത്തിക്കും. അവന് പ്രിയനായവനെ, ഞങ്ങൾക്ക് പ്രിയനായവൻ, അവൻ പ്രവർത്തിക്കും. അവൻ എത്രയോ രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, എത്രയോ മുടന്തര നടക്കുമാറാക്കി, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തില്ലേ. ഈ യേശുക്രിസ്തു ഞങ്ങളുടെ സഹോദരനെ സൗഖ്യമാക്കും. എത്ര ഗുരുതരമായ അവസ്ഥയിലാണെങ്കിലും സൗഖ്യമാക്കാനുള്ള കഴിവും അതിനുള്ള പ്രാഗൽഭ്യവും അധികാരവും കർത്താവായ യേശുക്രിസ്തുവിനുണ്ട്. ഇത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് ഈ അറിയിപ്പ് കൊടുക്കുന്നത്. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ഏറ്റവും സ്നേഹിച്ചിരുന്ന അവരുടെ സ്നേഹിതനോട്, അവിടെ നിനക്ക് പ്രിയനായവൻ ലവസ്റ്റ് എന്നുള്ള പ്രയോഗം, ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നുള്ള പ്രയോഗം കാണാനായിട്ട് സാധിക്കും. അതിനാൽ യേശു സൗഖ്യമാക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടെയാണ് ഇത് അറിയിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? സൗഖ്യമാക്കില്ല എന്ന് പറഞ്ഞോ? നിങ്ങൾ ആ സംഭവമൊക്കെ ശരിക്കും വായിച്ചിട്ടുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ദിനം മരണത്തിനായിട്ടല്ല.
ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ദിസ് സിക്നസ് ഈസ് നോട്ട് അൺടു ഡെത്ത് ബട്ട് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദാറ്റ് ദ സൺ ഓഫ് ഗോഡ് മൈറ്റ് ബി ഗ്ലോറിഫൈഡ് ദെയർബൈ. എന്താ മനസ്സിലായി? ഈ ദീനം മരണത്തിനായിട്ടല്ല. ഇത് കേൾക്കുന്ന, ഇത് പറഞ്ഞയച്ച അവർ വന്ന് പറയുമ്പോൾ കർത്താവ് ഒരു ശിഷ്യന്മാരോടും അവരോടും പറയുന്ന പ്രതികരണമാണ്. ഇത് കേൾക്കുന്നവർക്ക് എന്താ മനസ്സിലാവും? ലാസർ മരിക്കില്ല, ലാസർ മരിക്കില്ല, യേശു സൗഖ്യമാക്കും. ഇതാണ് പൂർണ്ണമായ അവരുടെ ഈ വാക്കുകളിൽ നിന്നല്ല നമുക്ക് മരിക്കും, ഞാൻ ഉയർപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഈ ദീനം മരണത്തിനായിട്ടല്ല. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ്. ഇത് കേട്ടവരും അതുപോലെ വന്നറിയിച്ചവരും ഒക്കെ മനസ്സിലാക്കിയത് ലാസർ ഒരിക്കലും ഈ ദീനം കൊണ്ട്, ഈ ദീനത്തിൻ്റെ കാരണത്താൽ മരിക്കുകയില്ല. എന്നാൽ ലാസറിന് അവിടെ പിടിച്ചിരിക്കുന്ന രോഗം എന്ന് പറയുന്നത് ഗുരുതരമാണ്, വളരെ ഗുരുതരമായ രോഗമാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. ഈ ഒരു അറിവ് ആണ് ആർക്കും ലഭിച്ചിരിക്കുന്നത്? മാർത്തയ്ക്കും മറിയയ്ക്കും ലഭിച്ചിരുന്നു. ഈ വന്നറിയിച്ചവർ തിരികെ ചെന്ന് പ്രതികരണം അറിയിച്ചു കാണൂലേ? അറിയിച്ചു കാണും, തീർച്ചയായിട്ടും അറിയിച്ചു കാണും. അവർ ചെന്ന് പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ്, അതുകൊണ്ട് ഒരിക്കലും ലാസർ മരിക്കുകയില്ല. ഇതും ആര് വിശ്വസിച്ച് കാണും? മാർത്തയും മറിയയും വിശ്വസിച്ചാണ്. പ്രിയമുള്ളവരെ, എത്ര ഒരു പ്രത്യേകമാണ്. ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അവിടെ അത് സംഭവിക്കും എന്നുള്ളതെന്ന് പറഞ്ഞാൽ മരിക്കയില്ല. ഈ വെളിപ്പെടുത്തൽ ലാസറിൻ്റെ ദീനം ദൈവമഹത്വത്തിന് കാരണമാകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമം മഹത്വത്തിനായിട്ട്. അപ്പം ഈ ദീനം എന്തിന് കാരണമായി തീരും? ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരും. അല്ലാതെ കർത്താവ് ഒരു തെറ്റിദ്ധാരണ അവിടെ വരുത്തിയെന്ന് നമ്മൾ വിചാരിക്കണ്ട. മരിക്കുമെന്ന് പറഞ്ഞില്ല, മരിക്കില്ല എന്നും പറഞ്ഞില്ല. ഈ ദീനം ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരും. സംഭവിക്കാൻ പോകുന്നത്, ഈ ദീനം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് കൊണ്ട് ദൈവനാമം മഹത്വപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിറവി കുരുടനെ സൗഖ്യം കൊടുക്കുമ്പോഴും പറഞ്ഞു, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടത്. തുടർന്ന് ആ പിറവിക്കുരുടന് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ അവിടെ പറഞ്ഞ ആ വ്യവസ്ഥ, ദൈവ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്ര, അത് ആ വ്യവസ്ഥ ഈ സംഭവത്തിലും ലാസറിൻ്റെ മരണത്തിലും ബാധകമാണ്. ഈ രോഗത്താൽ ലാസർ ശരിക്കും മരിക്കേണ്ടതാണ്. എന്നാൽ യേശു സൗഖ്യമാക്കി വിടുവിക്കുമെന്നുള്ളതാണ് ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചതും വിശ്വസിച്ചതും. ലാസർ മരിക്കും എന്നുള്ളതിന് ഒരു ധാരണയും അവർക്ക് ലഭിച്ചില്ല. യോഹന്നാൻ 11:11 കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. അവിടെ മരിച്ചു എന്ന് പറയുന്നില്ല. ആദ്യം സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. അപ്പോൾ ശിഷ്യന്മാരവിടെ ഒരു പ്രതികരണം നടത്തുന്നുണ്ട് 12-ാം വാക്യത്തിൽ. കർത്താവേ, അവൻ ഉറങ്ങുന്നെങ്കിൽ അവന് സൗഖ്യം വന്നു, അല്ലെങ്കിൽ സൗഖ്യം വരും, അവന് സൗഖ്യം വരും. അതുകൊണ്ട് ഇനിയിപ്പം നമ്മളങ്ങോട്ട് പോയി ശല്യപ്പെടുത്തേണ്ട, അവനെ ഉണർത്തേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇതുകൂടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ യേശു ക്രിസ്തു പറഞ്ഞ ആ സെൻറ്റൻസും ഇപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണവും കൂടെ ഒരുമിച്ചൊന്ന് ചിന്തിക്കണം. എന്താ? ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമം മഹത്വപ്പെടേണ്ടതിനത്രേ. ഇപ്പോൾ എന്താ കർത്താവ് പറയുന്നത്? കർത്താവ് പറഞ്ഞു, ലാസർ നിദ്ര കൊള്ളുന്നു, അവനെ ഉണർത്താനായിട്ട് പോകുന്നു. അപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം എന്താണ്? കർത്താവെ, അവൻ ഉറങ്ങുന്നെങ്കിൽ അവന് സൗഖ്യമായി. സാധാരണ രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് എന്താണ്? ഉറക്കമില്ലാതാകുന്നത്. എന്നാൽ ഇവിടെ ശിഷ്യന്മാർ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. ലാസർ ഉറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൗഖ്യം വന്നു, അല്ലെങ്കിൽ സൗഖ്യം വരും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയി ശല്യപ്പെടുത്തണ്ട. നോക്കിയേ, ശിഷ്യന്മാരുടെ ആ പറഞ്ഞ കാര്യം, കർത്താവ് പറഞ്ഞ കാര്യമാണ് അവിടെ ഹൃദയത്തിലും കിടക്കുന്നത്. എന്നിട്ട് തുടർന്ന് അവിടെ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ലാസർ മരിച്ചുപോയി. 11:5 ലാസർ മരിച്ചുപോയി എന്ന് പറയേണ്ടി വന്നു.
അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. അത്രയും പറഞ്ഞപ്പോൾ ശിഷ്യന്മാരൊന്ന് ഞെട്ടിക്കാണും. ശിഷ്യന്മാർ വളരെയധികം ഒരു സ്തംഭിച്ചു പോയി കാണും. ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ. നേരത്തെ കർത്താവ് അങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് ചിന്തിച്ച് കാണും. യേശുവിൻ്റെ തുടർന്നുള്ള ആ പ്രവർത്തനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. മരണത്തിനല്ല എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ 6-ാമത്തെ വാക്യത്തിലൊരു പ്രയോഗമുണ്ട്. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ശ്രദ്ധിക്കണം ഈ പ്രയോഗങ്ങളൊക്കെ. അവൻ എന്നിട്ടും when he had heard therefore that he was sick he abode 2 days still in the same place where he was. അവനായിരുന്ന സ്ഥലത്ത് വീണ്ടും 2 ദിവസം മനഃപൂർവ്വം പാർത്തു. അവൻ എവിടെയായിരുന്നു എന്നുള്ളത് 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യോർദാനക്കരെ അവൻ ആയിരുന്നു. അതായത് യഹൂദ്യ ദേശത്തിൻ്റെ അതിർപ്രദേശത്ത്, യഹൂദ്യയുടെ അതിർപ്രദേശത്ത് അവനായിരുന്നു. ഇവിടെ എന്നിട്ടും അവൻ 2 ദിവസം പാർത്തു. എന്താ എന്നിട്ടും എന്നുള്ളത്? അതായത് ദീനമായി കിടക്കുന്നു എന്ന് കേട്ടിട്ടും മാത്രമല്ല, അവൻ അവിടെ അതിന് മുമ്പേ പറയുന്നുണ്ട്, 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു മാർത്തയെയും മറിയയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ട് 6-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നിട്ടും അവരെ സ്നേഹിച്ചിരുന്നിട്ടും ഉടൻ പ്രവർത്തിച്ചില്ല. ഈ കുടുംബത്തെ വളരെ ആത്മാർത്ഥമായി അതിനുള്ള കാരണങ്ങളൊക്കെ നമുക്കറിയാം. നേരത്തെ ഈ ലൂക്കോസ് സുവിശേഷത്തിലൊക്കെ 11-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെ നമുക്കറിയാം. ഈ കുടുംബത്തെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും ഈ കുടുംബം യേശുക്രിസ്തുവിനെ എന്തുമാത്രം ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. അതാണ് എന്നിട്ടും അവരെ സ്നേഹിച്ചിരുന്നിട്ടും കർത്താവ് ഉടനെ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് മാത്രവുമല്ല, സ്നേഹിച്ചിരുന്നു എന്ന് മാത്രമല്ല, ലാസറിന്റെ ദീനം അത് മരണകരമാണ്, ഏറ്റവും മരിക്കത്തക്കതാണെന്ന് അറിഞ്ഞിട്ടും ഉടൻ പ്രവർത്തിച്ചില്ല. 2 കാര്യങ്ങൾ എന്നിട്ടും എന്നുള്ളതിൽ. ഒന്നാമത്തത് എന്താണ്? ശ്രദ്ധിക്ക്, മനസ്സിലാക്കുക. ഒന്നാമത് എന്നിട്ടും എന്ന് പറയുമ്പോൾ ആ കുടുംബത്തെ, ലാസറിനെ ഉൾപ്പെടെയുള്ളവരെ സ്നേഹിച്ചിരുന്നിട്ടും അവനങ്ങോട്ട് പോയില്ല ഉടനെ. രണ്ടാമത്, ആ ദീനം മരണകരമാണെന്ന് അറിഞ്ഞിട്ടും അങ്ങോട്ട് പോയില്ല. ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ടതാണ്. ദൈവസ്നേഹത്തിന്റെ യാഥാർത്ഥ്യത പലപ്പോഴും നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം പലപ്പോഴും ദൈവത്തിന്റെ ഇടപെടലുകളിലൂടെയും നമ്മിൽ നടക്കുന്ന ചില കാര്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും കാണുമ്പോൾ നാം ചിന്തിക്കും, ദൈവം എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പലപ്പോഴും നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം പലപ്പോഴും നമുക്ക് ശരിയായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. 2 ദിവസം താൻ ആയിരുന്ന സ്ഥലം വിട്ട് എങ്ങും പോയില്ല, അവിടെ തന്നെ പാർത്തു. അങ്ങനെ പാർക്കാറില്ല കർത്താവ്. ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്തംഭടിക്കാറില്ല, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൽ അത് കാണുന്നു. എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം കർത്താവ് എങ്ങും പോയില്ല, അവിടെ തന്നെ താമസിച്ചു. എന്തുകൊണ്ട് അവിടെ തന്നെ താമസിച്ചു? ആ യോർദാൻ ഇതിന്റെ തൊട്ട് മുമ്പുള്ള അധ്യായം 10-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, യോർദാൻ അക്കരെ അല്ലേ. മത്തായി 19:2 ആ പ്രദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് യഹൂദ്യ ദേശത്തിന്റെ അതിരാണ് എന്നുള്ളത്. ബഥാന്യയ്ക്ക് വളരെ അകലെയല്ലാത്ത ഒരു പ്രദേശം. അവിടെ എന്തുകൊണ്ട് താൻ അവിടെ 2 ദിവസം പാർത്തു? എന്തുകൊണ്ടാണ് അവിടെ തന്നെ എങ്ങും പോകാതെ 2 ദിവസം പാർത്തത്? ഇത് തന്റെ മനസ്സിലുണ്ട്. ലാസർ മരിക്കാൻ പോവുകയാണ്. അതിന്റെ തിക്തഫലങ്ങൾ ആ കുടുംബം അനുഭവിക്കുവാനായിട്ട് പോവുകയാണ്. ഇതറിഞ്ഞ കർത്താവിന് പിന്നെ എങ്ങും പോകുവാനായിട്ട് കഴിഞ്ഞില്ല. തനിക്ക് പിന്നെ വേറെ എങ്ങും ഒന്നും പ്രവർത്തിക്കുവാനും കഴിഞ്ഞില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, കർത്താവ് ആ ദിവസങ്ങളിൽ ഈ 2 ദിവസം എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്തതായിട്ടോ എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകിയതായിട്ടോ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അത്രത്തോളം ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു ഈ കർത്താവായ യേശുക്രിസ്തു ഈ 2 ദിവസം. ഇനി നമുക്ക്
ലാസറിന്റെ വീട്ടിലേക്ക് പോകാം. കർത്താവിന്റെ അവസ്ഥ എന്താണ്? അവൻ ഇവിടെ തന്നെ വളരെയധികം എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അറിയില്ല, അത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് ആ ലാസറിന്റെ ഭവനത്തെ, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് താൻ ആയിരിക്കുകയാണ്. ലാസറിന്റെ ഭവനത്തിലേക്ക് നോക്കുമ്പോൾ ഈ കർത്താവ് ഇവിടെ ആയിരിക്കുകയാണല്ലോ. ലാസറിന്റെ രോഗം വർദ്ധിച്ചു വരികയാണ്, മൂർച്ഛിക്കുകയാണ്, അത് ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. മാർത്തയുടെയും മറിയയുടെയും ഹൃദയവേദനയും പരിഭ്രാന്തിയും വർദ്ധിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലേ? അവിടെ കർത്താവ് പറഞ്ഞു വിട്ട കാര്യം എന്താണ്? ഈ രോഗം മരണത്തിനായിട്ടല്ല, ഇതാണ് അവിടെ ഹൃദയത്തിൽ കിടക്കുന്നത്. അത് കിടക്കുമ്പോൾ തന്നെ ഇതാ ലാസറിന്റെ രോഗം വർദ്ധിച്ച് മരണത്തിലേക്ക് നീങ്ങുന്നു. മാത്രവുമല്ല, മാർത്തയുടെയും മറിയയുടെയും ഹൃദയം വളരെ വേദനപ്പെടുന്നു, പരിഭ്രാന്തി വർദ്ധിക്കുകയാണ്. അവിടെ അവർ ആഗ്രഹിക്കുകയാണ്, അയ്യോ ഗുരു ഇതുവരെയും വന്നില്ലല്ലോ, ഗുരു ഒന്ന് വന്നിരുന്നുവെങ്കിൽ, കർത്താവ് ഒന്ന് വന്നിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ, ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഈ ചിന്ത അവരെ വളരെയധികം വേദനിപ്പിക്കുകയാണ്. ലാസറിന്റെ ആ രോഗത്തെക്കാൾ ഉപരി കർത്താവ് വന്നില്ലല്ലോ. അവർ നന്നായി സ്നേഹിച്ച, അവരെ നന്നായി അറിയുന്ന, അവരെ നന്നായി സ്നേഹിച്ച കർത്താവ് ഈ ഗുരുതരാവസ്ഥയിലും ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലും എന്റെ കർത്താവ് വന്നില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ലാസറിന്റെ ഭവനത്തിലെ അവസ്ഥ. കർത്താവ് 2 ദിവസം യോർദാനക്കരെ താമസിക്കുമ്പോൾ ലാസറിന്റെ ഭവനം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. മാത്രവുമല്ല, തുടർന്ന് അവിടെ നടക്കുന്നത് എന്താണ്? ലാസർ മരിച്ചു. മാർത്തയുടെയും മറിയയുടെയും പ്രതീക്ഷകൾ അസ്തമിച്ചു അല്ലേ? ഇനി എന്തിനാ ഗുരു വരുന്നത് എന്നുള്ള ചിന്തയിലേക്ക് ഒരുപക്ഷെ അവരെ നയിച്ചു കാണും. യേശു വന്നില്ലല്ലോ, ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ വിടുവിക്കുവാൻ, ഈ പ്രതിസന്ധിയിൽ നിന്നും ഞങ്ങളെ കരയറ്റുവാൻ ഞങ്ങളുടെ ഗുരു വന്നില്ലല്ലോ, ഞങ്ങളുടെ യജമാനൻ വന്നില്ലല്ലോ. അവിടെ ഒരു വല്ലാത്ത പരിഭവം, വല്ലാത്ത ആശ അവിടെ നടന്നു. തുടർന്ന് ലാസറിനെ സംസ്കരിച്ചു. മാർത്തയുടെയും മറിയയുടെയും ഹൃദയവ്യവസ്ഥ ശരിക്കും അറിയാവുന്ന കർത്താവ് അവരെങ്ങും പോകാതെ അവിടെ തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാമും പലപ്പോഴും വേദനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നവരാണ് അല്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അയ്യോ കർത്താവ് എന്താ ഇത് കാണാത്തെ, കർത്താവ് എന്താ പ്രവർത്തിക്കാത്തെ, ഈ പ്രതിസന്ധിയിലൂടെ കടത്തിവിട്ട ശേഷം എന്റെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? അവിടെ കർത്താവ് ഒന്നും പ്രവർത്തിച്ചില്ല. 2 ദിവസത്തോടെ പാർത്തു പ്രവർത്തിക്കുവാൻ. അത് കഴിഞ്ഞിട്ട് അവൻ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. മരിച്ചു, അവിടെ അടക്കമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങുന്നത്. നാം യഥാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മെ യേശു വളരെയധികം സ്നേഹിക്കുന്നുവെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കണം. യേശു ഒരിക്കലും നമ്മെ വെറുക്കുന്നവരല്ല. ഒരു പ്രതിസന്ധിയിലും ഒരു കാര്യത്തിലും നമ്മോട് വെറുപ്പ് കാണിക്കുക, അല്ലെങ്കിൽ അവന്റെ സ്നേഹം നമ്മിൽ നിന്ന് എടുത്തു കളയുന്നതല്ല. തുടർന്ന് താൻ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയാണ്. ശിഷ്യന്മാരോട് പറയുന്നു, സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഓടിപ്പോകട്ടെ. ശിഷ്യന്മാരോട് പറയുകയാണ്, എന്താ, നാം വീണ്ടും യഹൂദ്യയിലേക്ക് പോകാം, ബെഥാന്യയിലേക്ക് പോകാം എന്നല്ല പറഞ്ഞു, യഹൂദ്യയിലേക്ക് പോകാം. അപ്പോഴവിടെ ഒരു ശിഷ്യന്മാർ പറയുകയാണ്, അയ്യോ ഇനിയും എന്തിനാ യഹൂദ്യയിലേക്ക് പോകുന്നത്? ഇപ്പൊ തന്നെ കുറച്ച് 2-3 ദിവസമല്ലേ ആയുള്ളൂ, അങ്ങേ കല്ലെറിയുവാനായിട്ട് യഹൂദന്മാർ ആരംഭിച്ചില്ലേ, കല്ലെറിയുവാനായിട്ട് ഭാവിച്ചില്ലേ? ആ സംഭവം 10-ാമത്തെ 31-ാമത്തെ വാക്യത്തിലുണ്ട്, 31 അധ്യായത്തില് 10-31 യേശു പറഞ്ഞ ആ വാചക നിമിത്തം യേശു ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞതുകൊണ്ട് പിന്നെ അവർ കല്ലെടുത്തു, യേശുവിനെ എറിയുവാനായിട്ട് കല്ലെടുത്തു. അത് അവരുടെ ശിഷ്യന്മാരുടെ ഉള്ളിൽ കണ്ടുകൊണ്ടാണ് അവിടെ പറയുകയാണ്, അയ്യോ കർത്താവേ, ഇനി എന്തിനാ ഈ യഹൂദിയിലേക്ക് പോകുന്നത്? ഇപ്പോൾ തന്നെ കല്ലെറിയുവാനായിട്ട് അവർ ഭാവിച്ചതല്ലേ, ഇനിയും കല്ലെറിഞ്ഞു കൊള്ളുവാനാണോ നാം അവിടേക്ക് പോകുന്നത്? എന്നാൽ കർത്താവിന് അവിടെ പോയേ പറ്റൂ. കല്ലെറിവല്ല, എന്ത് വന്നാലും പോയേ പറ്റൂ. കാരണം എന്താ? ഒരു വാക്കുണ്ട്, ദൈവനാമം മഹത്വപ്പെടണം, ദൈവപുത്രൻ മഹത്വപ്പെടണം,
മാത്രമല്ല അവിടെ വളരെയധികം സങ്കടത്തിൽ കഴിയുന്ന ഒരു കുടുംബമുണ്ട്. അവിടെ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി ശരിക്കൊന്ന് വായിച്ചാൽ കൂടുതൽ മനസ്സിലാകും. അവിടെ ഒരു തത്വമൊക്കെ പറയുന്നുണ്ട്. 9-ാം വാക്യത്തിൽ, പകലിന് 12 മണി നേരമില്ലയോ, പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവൻ അവന് വെളിച്ചമില്ലായതുകൊണ്ട് ഇടർന്നു. ഇതൊക്കെ ഇപ്പോഴെന്തിനാ പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിച്ചു. ശരിക്കും കർത്താവ് ചില സത്യങ്ങളാണ് അവിടെ പറയുന്നത്. വെളിച്ചത്തിൽ വസിക്കുന്നവർ ഇടറുകയില്ല. കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണ്. ശിഷ്യന്മാർ കർത്താവിനോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് ഇടർച്ചയൊന്നും ഉണ്ടാകില്ല. നിങ്ങളോടൊപ്പം ഞാനുള്ളത് കൊണ്ട് നിങ്ങളെ ഒരിക്കലും ഇടറുവാനായിട്ട് സമ്മതിക്കുന്നില്ല. എന്നാൽ രാത്രിയുടെ അവസ്ഥയിൽ ആയിരിക്കുന്ന ചിലരുണ്ട്. രാത്രിയുടെ അന്ധകാരത്തിന് പോലെ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, രാത്രിയുടെ ഇരുട്ടിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ അവിടെയുണ്ട്. പ്രത്യേക ഒരു കുടുംബമുണ്ട്. അവരെ തള്ളിക്കളയുവാനായിട്ട് കഴിയുകയില്ല. ഏത് പ്രതിസന്ധി വന്നാലും, എന്നെ കല്ലെറിയുവാനല്ല കൊല്ലുവാനായിട്ട് വന്നാലും ആ കുടുംബത്തെ എനിക്ക് തള്ളിക്കളയുവാനായിട്ട് കഴിയുകയില്ല. അവരെ ബലപ്പെടുത്തണം, അവരെ ഇടറി വീഴാതെ സൂക്ഷിക്കണം. ഇതാണ് കർത്താവ് ഈ തത്വം ഇവിടെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. തന്നെ സ്നേഹിക്കുന്നവർ, താൻ സ്നേഹിക്കുന്നവർ പ്രതികൂലതയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ഒരിക്കലും സ്വസ്ഥമായിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കർത്താവ് ഇതൊക്കെ കണ്ടും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കരുത്. നമ്മെ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ തള്ളി വിട്ടിട്ട് കർത്താവ് അങ്ങനെ സന്തോഷിക്കുന്നവനല്ല. നമുക്കറിയാം, പല സന്ദർഭങ്ങളുണ്ട്. ഒരു സന്ദർഭം എന്റെ ഓർമ്മയിലേക്ക് വരുന്നതാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. ലൂക്കോസ് അങ്ങനെയാണ് പറഞ്ഞത്. അവരെ നിർബന്ധിച്ചു. അവര് മനസ്സോടുകൂടെ പടക് കയറിപ്പോയി. കർത്താവ് എന്ത് ചെയ്തു? മലമേൽ തനിയെ പ്രാർത്ഥിപ്പാനായിട്ട് കയറിപ്പോയി. രാത്രി വളരെയായി. കടലിൽ നടക്കുന്ന ആ കാര്യം കർത്താവ് മനസ്സിലായി കണ്ടു. എന്താണ്? ശിഷ്യന്മാർ സഞ്ചരിച്ചിരുന്ന പടക് കടൽത്തിര കൊണ്ട്, കാറ്റുകൊണ്ട് അടിച്ച് ഇതാ മുങ്ങാൻ തുടങ്ങുകയാണ്. ശിഷ്യന്മാർ തണ്ട് വലിച്ച് അവരാൽ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളിതാ മുങ്ങിച്ചാകാൻ തുടങ്ങുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. കർത്താവ് മലയിന്മേൽ അടങ്ങിയിരുന്നോ? ഇല്ല. അവൻ മലയിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്നു. അതുമല്ല, ആ കടലിന്റെ മീതെ നടന്ന് അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. ഇതാണ് കർത്താവ്. കർത്താവിനെ സ്നേഹിക്കുന്നവരെ, കർത്താവ് സ്നേഹിക്കുന്നവർ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ഒരിക്കലും മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പാടില്ല. ലാസർ മരിച്ചുപോയി. എന്നാൽ ഇനി സംഭവിക്കാനായിട്ട് ഉള്ളത് അവിടെ പറയുന്നുണ്ട്. അടുത്ത് ഈ വെളിച്ചത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സന്തോഷിപ്പാനിടയാണ്. ഈ ഭാഗങ്ങൾ നിങ്ങൾ ശരിക്കൊന്ന് ധ്യാനാത്മകമായിട്ട് വായിച്ചാൽ നല്ല ചിന്തകളൊക്കെ നമുക്ക് ലഭിക്കും. ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു, ദീനമായി കിടന്നപ്പോൾ അവിടെ പോകേണ്ടതായിരുന്നു. എന്നാൽ ഇനി ഞാൻ പോകുന്നത് കൊണ്ട്, അവൻ മരിച്ചല്ലോ, ഇനി ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിപ്പാനിടയാകും. അപ്പോൾ കർത്താവ് അവിടെ ആ കുടുംബത്തിന്റെ ആ സന്തോഷം മാത്രമല്ല തന്റെ ഹൃദയത്തിൽ ശിഷ്യന്മാരുടെ സന്തോഷം കൂടെ കണക്കിലെടുക്കുകയാണ്. അവിടെ പോയി ഇനി നടക്കാൻ പോകുന്നത് കണ്ട് നിങ്ങൾ എന്നിൽ കൂടുതൽ വിശ്വസിച്ച് നിങ്ങളുടെ സന്തോഷവും വർദ്ധിക്കും. എന്റെ സന്തോഷമല്ല, നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കും. അവിടെ പറയുന്ന കർത്താവ് പറയുന്നതാണ്, അവന്റെ കല്ലറയ്ക്കൽ എന്ന് പറഞ്ഞാൽ അവന്റെ അടുക്കൽ, ലാസറിന്റെ അടുക്കൽ പോകാമെന്നാണ് പറയുന്നത്. അവിടെ ലാസറിന്റെ അടുക്കൽ പോവുക. ഈ ലാസറിന്റെ അടുക്കൽ പോവുക എന്നുള്ളത് ശരിക്കും ഒരു പ്രത്യാശയുടെ വചനമാണ്. ലാസറിന്റെ അടുക്കൽ പോവുക എന്നുള്ളത് ഒരു പ്രത്യാശയുടെ വചനമാണ്. മാർത്തയുടെയോ മറിയയുടെയോ അടുക്കൽ പോകാമെന്നല്ല കർത്താവ് പറഞ്ഞത്. അവിടെ അത് ഒരു പ്രത്യാശ നൽകുന്നതാണ്. അവന്റെ അടുക്കൽ നമ്മുടെ ഒരു പ്രത്യാശ ഉണ്ടല്ലേ, അവൻ നമ്മുടെ അടുക്കലേക്ക് വീണ്ടും വരും, നമ്മെ ചേർത്തുകൊള്ളാൻ വരും. അതൊരു പ്രത്യാശയുടെ വചനമാണ്. ഇവിടെയും പറയുകയാണ്, ആ ലാസറിന്റെ അടുക്കലേക്ക് പോക. മറിയയുടെയും മാർത്തയുടെയും അടുക്കലേക്കല്ല. അവൻ ആദ്യം പോയത് അവിടേക്കാണെങ്കിലും അവിടേക്കല്ല, ലാസറിന്റെ അടുക്കലേക്ക് പോകാം. അപ്പോൾ തോമസ് അവിടെ ഒരു കമന്റ് നടത്തി. എന്താ പറഞ്ഞത്? അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. ഇത് ചുമ്മാ കളിവാക്ക് പറഞ്ഞൊന്നും അല്ല കേട്ടോ. കല്ലെറിയാനായിട്ട് കല്ലെടുത്തു. ഇനിയിപ്പോ പോയി കഴിഞ്ഞാല് എവനെയും കർത്താവിനെയും കൊല്ലും, നമ്മളെയും വെറുതെ ഒന്നും വിടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പോട്ടെ, മരിക്കേണ്ടതിന് അവന്റെ കൂടെ
പോകാം എന്ന് പറഞ്ഞാൽ മരിച്ചാലും കുഴപ്പമില്ല, നമുക്ക് അവന്റെ കൂടെ ആയിരിക്കാം. ഇതൊരു ചെറിയ ഒരു 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 വാക്കായിട്ട് നമ്മൾ ആരും എടുക്കരുത്. കർത്താവിനോടുകൂടെ മരിക്കണം എന്നുള്ള ആഗ്രഹം ശിഷ്യന്മാർക്കുണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ടായിരുന്നില്ലേ? ആ മാളിക മുറിയിൽ വെച്ച് ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, പത്രോസ് എടുത്തു പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്റെ പ്രാണനെ വെച്ച് കളയും. അതുകൊണ്ട് തോമസ് പറയുകയാണ്, അവനോടുകൂടെ മരിക്കേണ്ടതിൽ നമുക്കും പോകാം. ക്രിസ്തുവിനെ വേണ്ടി മരിക്കുന്നത് എത്രയോ നല്ല കാര്യമാണ്. പൗലോസ് ഒരിക്കൽ പറഞ്ഞല്ലോ, ഫിലിപ്പിയർക്ക് ലേഖനം 1-21 വാക്യത്തിൽ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് മരിക്കുന്നത് ലാഭമായിട്ട് മാറും. പ്രിയമുള്ളവരെ, ആ തോമസിന്റെ ആ വാക്ക് അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. മരിക്കേണ്ടതിന് അവനോടുകൂടെ പോവുക. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പെട്ടെന്നൊന്ന് പോകട്ടെ. അവിടെ കടന്നുപോയി ലാസർ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് കടന്നുപോയി. ഈ ഗുരു വരുന്നത് മാർത്ത അറിയുകയാണ്. ഈ മാർത്തയുടെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോകാം. ഈ ലാസറിന്റെ മരണത്തിന് ശേഷം മാർത്തയും മറിയയിലും എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം സ്നേഹിച്ചിരുന്നു, അല്ലേ? ഈ മാർത്തയും മറിയയും യേശു ക്രിസ്തുവിനെ വളരെ സ്നേഹിച്ചിരുന്നു. സംശയമുണ്ടോ? ഇല്ല. മാർത്ത എപ്പോഴും കാൽക്കല്ലിരുന്ന് വചനം പഠിക്കുവാൻ, അവന്റെ വചനം കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. മാർത്തയാണെങ്കിൽ അവൻ എപ്പോഴും എന്തെങ്കിലും കൊടുത്ത് അവന് ശുശ്രൂഷിക്കണം, ആഹാരം കൊടുക്കണം, അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. രണ്ടുപേരും ഒരുപോലെ, ലാസറും ഒരുപോലെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരായി. അപ്പോൾ ഈ മാർത്ത ഈ മരിച്ചതിന് ശേഷം, ലാസർ മരിച്ചതിന് ശേഷം ഇതാ കർത്താവ് അവിടേക്ക് പോവുകയാണ്. കർത്താവ് നേരത്തെ പറഞ്ഞ വചനമൊക്കെ മാർത്തയുടെ മനസ്സിലുണ്ട്. ഈ മാർത്തയുടെ പ്രതികരണം എന്താണ്? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. അവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. കർത്താവ് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ച കാര്യം എന്താണ്? കർത്താവ് വരും, എന്റെ സഹോദരനെ സൗഖ്യമാക്കും. ഇതറിഞ്ഞിട്ടും, അല്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നിട്ടും അവിടെ മാർത്ത എന്ത് ചെയ്യുന്നു? ഗുരു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുരു വരുന്നു എന്നറിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. എന്തിനു വേണ്ടിയാ? കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്? യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹവും ബഹുമാനവും ഇതുകൊണ്ടൊന്നും മാർത്തയുടെ ഹൃദയത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കണം. അവിടെ ആദ്യം മാർത്തയാണ് യേശു ക്രിസ്തുവിന് എന്ത് ചെയ്തത്? ഓടിച്ചെന്ന് സ്വീകരിച്ച് നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. മാർത്ത അതേ ആ സ്വീകരണം, അതേ ഒരു എതിരേൽപ്പ് എന്ത് ചെയ്യാണ്? ഇവിടെ മാർത്ത നടത്തുകയാണ്. അവിടെ ചെന്നിട്ട് അവരുടെ ഹൃദയം കർത്താവിനോട് തുറക്കുകയാണ്. കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ലോർഡ്, ഇഫ് യു ഹാഡ് ബീൻ ഹിയർ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. ഇതൊരു പരിഭവത്തിന്റെയോ നിരാശയുടെയോ വാക്കുകളല്ല, യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു എന്നതിന്റെ വാക്കുകളാണ്. അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അവളുടെ ഹൃദയത്തിന്റെ വിങ്ങൽ, അവളുടെ ഹൃദയത്തിന്റെ തേങ്ങൽ അവര് ഉറ്റ സ്നേഹിതനോട് പറയുന്നത് പോലെ ആ കർത്താവിനോട് പറയുകയാണ്. എതിരേറ്റ് ചെന്നിട്ട് നന്ദി പറഞ്ഞ് നമസ്കരിച്ചു കാണും. നമസ്കരിച്ചിട്ട് പറയുകയാണ്, അയ്യോ, അങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇതൊരു പരിഭവത്തിന്റെ വാക്കല്ല. തന്റെ ഹൃദയത്തിലെ വൈഷമ്യം, തന്റെ ഹൃദയത്തിലെ വേദന കർത്താവിനോട് പങ്കുവയ്ക്കുകയാണ്, തുറന്നു പറയുകയാണ്. അങ്ങനെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും നമ്മുടെ വേദനകൾ നാം കർത്താവിനോട് പറയുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുമെന്ന് മാത്രമല്ല, കേൾക്കുന്നവർക്ക് മനസ്സലിവും ഉണ്ടാകും. അതാണ് പ്രാർത്ഥന. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ എത്ര വ്യഥയായാലും, എത്ര പ്രശ്നങ്ങളായാലും, എന്തൊക്കെയായാലും നാം കർത്താവിനോട് നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുമെന്ന് മാത്രമല്ല, അത് കേൾക്കുന്നവ കർത്താവിന് മനസ്സലിവുണ്ടാകും. അതാണ് പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് ഇവിടെ കർത്താവ് പറയുകയാണ്, അല്ല മാർത്ത പറയുകയാണ്, അങ്ങ് ഉണ്ടായിരുന്നു എങ്കിൽ. ഇത് ഹൃദയത്തിന്റെ ഒരു ഓപ്പണിംഗ് ആണ്, കർത്താവിനോടുള്ള ഓപ്പണിംഗ്, അല്ലാതെ എന്തെങ്കിലും പരിഭവം പറയുന്നതൊന്നും അല്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ അത് എത്ര. ജെയിംസ് സാറാണെന്ന് തോന്നുന്ന ഒരു പാട്ട് നമ്മുടെ
ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പാട്ടാണ്. യേശു കൂടെ ഉണ്ടെന്നാൽ നല്ലൊരു പാട്ടാണ്. അത് ഞാൻ പല പ്രാവശ്യം ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ട്. ആവർത്തിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്. യേശു കൂടെ ഉണ്ടെന്നാകെ. പ്രിയമുള്ളവരെ, അങ്ങവിടെ ഉണ്ടായിരുന്നെങ്കിൽ നാം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവേ അങ്ങ് ഒന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, അങ്ങ് എന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഈ പ്രതിസന്ധി വരിയില്ലായിരുന്നു. ഇതൊരു മനസ്സിന്റെ തുറക്കലാണ്. ഇതൊരു ആശ്വാസത്തിന്റെ വാക്കാണ്. യേശു കൂടെ ഉണ്ടെങ്കിൽ എത്ര സന്തോഷമാണ്, എത്ര സമാധാനമാണ്, എത്ര ആശ്വാസമാണ്. അതാണ് അവിടെ മാർത്ത പങ്കുവയ്ക്കുന്നത്. കർത്താവെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, എന്റെ സഹോദരൻ മരിച്ചുപോയല്ലോ. മൈ ബ്രദർ വുഡ് നോട്ട് ഹാവ് ഡൈഡ്. മരിക്കയില്ലായിരുന്നു. ഈ പ്രതികരണം ശരിക്കും കർത്താവിലുള്ള വിശ്വാസത്തെയാണ് പ്രതിധ്വനിപ്പിക്കുന്നത്. അങ്ങേക്ക് പ്രവർത്തിക്കാൻ കഴിയും, അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അങ്ങുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അത് മാർത്തയുടെ വിശ്വാസമാണ്. ഇത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർത്തയുടെ വിശ്വാസത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നാം പ്രതീക്ഷിക്കുന്നത് പോലെ, പ്രത്യാശിക്കുന്നത് പോലെ, പ്രതീക്ഷിക്കുന്ന സമയത്ത്, പ്രതീക്ഷിക്കുന്ന തരത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ നമുക്ക് പ്രയാസമുണ്ടാകും, വ്യസനമുണ്ടാകും. എന്നാൽ ആ വ്യസനം സ്വാഭാവികമാണെങ്കിലും യേശുവിനോടുള്ള സ്നേഹത്തിന് കുറവ് സംഭവിക്കാറുണ്ട്. മാർത്തയ്ക്ക് യേശുവിനോടുള്ള സ്നേഹത്തിൽ കുറവുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും എതിരേൽക്കുവാനായിട്ട് എഴുതി ഓടില്ലായിരുന്നു, ആവേശം കാണിക്കില്ലായിരുന്നു. അവിടെ തന്നെ ഇരുന്നു, വരും ഗുരുവിഞ്ഞ് വരും, വരേണ്ട സമയത്ത് വന്നില്ലല്ലോ. എന്നാൽ മാർത്ത എതിരേൽക്കുവാനായിട്ട് ഓടുകയാണ്. നമ്മുടെ പ്രതിസന്ധികളിൽ പലപ്പോഴും ഇനിയിപ്പോ എന്തിനാ പ്രാർത്ഥിക്കുന്നേ, ഇനിയിപ്പോ എന്തിനാ ഭവനയോഗത്തിന് പോകുന്നേ, ഇനിയിപ്പോ എന്തിനാ ആരാധനയ്ക്ക് പോകുന്നത്, ഇനി എന്തിനാ ബൈബിൾ വായിക്കുന്നത്, ഇതാണോ നമ്മുടെ ചിന്ത? അങ്ങനെയാണെങ്കിൽ അത് മാറണം. യേശു നമ്മെ സ്നേഹിക്കുന്നു. യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നാം ദൈവത്തെ വിട്ടുമാറുവാനായിട്ട് പാടില്ല. അവനെ എതിരേൽപ്പാൻ, അവന്റെ അടുക്കലേക്ക് നാം ആഞ്ഞു ചെല്ലുന്നവരായിരിക്കണം. അതാണ് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. ഇതാണ് മാർത്തയുടെ പ്രതികരണം, അല്ലേ? എന്നിട്ട് അവിടെ ഒരു പ്രയോഗമുണ്ട്. മാർത്ത പറയുന്ന പ്രയോഗമുണ്ട് 11:22. എന്താണ്? ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും. ബട്ട് ഈവൻ നൗ I know that whatever you ask from God, God will give you. നീ എന്ത് അപേക്ഷിച്ചാലും ദൈവം നൽകും. ഈ പ്രതികരണം എന്താ പറയുന്നേ? എന്താ ഹർമൻ? നീ ഇനിയും വിചാരിച്ചാലും ലാസറിനെ ഉയർപ്പിക്കാം, ഇതാണോ? ആണോ? അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അടുത്ത് പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ തിരിച്ച് മാർത്ത ഒരു മറുപടി പറയുന്നുണ്ട്, അതെ ഞാൻ അറിയുന്നു. അല്ല, നിന്റെ സഹോദരൻ ലാസർ ഉയർത്തെഴുന്നേൽക്കും എന്ന് മാർത്തയോട് പറയുകയാണ്. പറഞ്ഞപ്പോൾ മാർത്തയുടെ പ്രതികരണം എന്തായിരുന്നു? അതെ, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇതും കൂടെ കൂട്ടിച്ചേർക്ക്. ഈ പറഞ്ഞതും മാർത്ത രണ്ടാമത് പറഞ്ഞതും കൂടെ കൂട്ടിച്ചേർക്ക്. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു. ഈ അറിവുണ്ടെങ്കിൽ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞപ്പോൾ മാർത്ത ഇങ്ങനെ പ്രതികരിക്കണമായിരുന്നു, അതേ കർത്താവേ, ഒടുക്കത്തെ നാളിൽ, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇതെന്താ അർത്ഥമാക്കുന്നത്? ഇപ്പോഴും ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുള്ള ചിന്തയൊന്നും ഇനി മാർത്തയില്ല. അത് കല്ലറയ്ക്കൽ നിന്നോട് പറയുന്നുണ്ട്. കർത്താവ് പറയാണ്, എന്താ കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ, അയ്യോ കർത്താവേ, 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി, ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്ക് നിൽക്കാൻ പറ്റില്ല, നിനക്ക് പോലും നിൽക്കാൻ പറ്റില്ല, വേണോ കല്ല് നീക്കണോ? ഈ മാർത്തയുടെ വാക്കുകളാണ്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് നൽകും. ഇതെന്താ അർത്ഥമാക്കുന്നത്? കർത്താവേ, നീ എന്റെ ലാസറിനെ, എന്റെ സഹോദരനെ സൗഖ്യമില്ല,
അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഇന്ന് 4 ദിവസമാണ്. ഈ ദിവസത്തിൽ നീ വന്നു, എന്നാലും എനിക്ക് അങ്ങയോടുള്ള വിശ്വാസത്തിന് ഒരു വ്യതിചലനവും സംഭവിച്ചിട്ടില്ല. ഇതാണ് ഇതിന്റെ അർത്ഥം. ലാസറിനെ ഉയർപ്പിക്കും എന്നുള്ള വിശ്വാസമല്ല, അത് ഒടുക്കത്തെ നാളിൽ, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർക്കുമെന്നുള്ളത് മാർത്തയ്ക്കറിയാം. എന്നാൽ മാർത്ത ഇപ്പോൾ പറയുന്നത്, അങ്ങ് വന്നില്ല എങ്കിലും എനിക്ക് അങ്ങയുടെ ആ അധികാരത്തിലും അങ്ങയുടെ കഴിവിലും അങ്ങയുടെ ദൈവത്വത്തിലും എനിക്ക് യാതൊരു വിശ്വാസക്കുറവും വന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവമകന്, ദൈവഭൃത്യന്മാർക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാതെ നമുക്ക് വളരെ വ്യസനപ്പെടുത്തുന്ന, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാവുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം ഇത് പറയുവാനിടയാകണം, ദൈവമേ അങ്ങ് എനിക്കിത് തന്നത്. ആര് പറഞ്ഞതുപോലെ? ഇയ്യോബ് പറഞ്ഞതുപോലെ, എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നുണ്ട്. എന്ത്? ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കുന്ന നാം ദൈവത്തിൽ നിന്ന് തിന്മയും പ്രാപിക്കരുതോ? പലപ്പോഴും നമുക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് പലപ്പോഴും ഈ ചിന്ത ഉണ്ടാകാറില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ തരുമ്പോൾ നാം പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകലുവാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ മാർത്ത ചെയ്യുന്നതല്ല. ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും ആ മാർത്ത ദൈവത്തോട് ഒന്നുകൂടെ അടുക്കുകയാണ്. എന്റെ സഹോദരന്റെ വേർപാടും എന്റെ സഹോദരന്റെ മരണവും എന്നെ അങ്ങയിൽ നിന്ന് വേർപെടുത്തുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ ഒരിക്കലും കഴിയുകയില്ല. അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ് സമയം നീട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മറിയയുടെ പ്രതികരണത്തിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. സമയമായി. മറിയയുടെ പ്രതികരണത്തിലൂടെ പെട്ടെന്നൊന്ന് പോയിട്ട് വാക്കുകൾ അവസാനിപ്പിക്കാം. 11:27 ലാസ്റ്റ് 28ാമത്തെ വാക്യം. മാർത്ത അതൊക്കെ പറഞ്ഞു. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനും ആകുന്നു, എന്നെ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കുന്നു ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് അതൊക്കെ വളരെ വിശകലനം ചെയ്യേണ്ട ഭാഗങ്ങളാണ്. അതൊക്കെ ഞാൻ വിട്ടുകൊണ്ട് മറിയയുടെ പ്രതികരണത്തിലേക്ക് പോകും. ഇതെല്ലാം സംസാരിച്ചിട്ട് മാർത്ത ഒറ്റ ഓട്ടം. ജെറമ്യ, മാർത്ത എവിടേക്കാണ് ഓടിയത്? യേശുവിനെ എതിരേൽക്കാൻ നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മാർത്ത ഒറ്റ ഓട്ടം. വീണ്ടും എവിടേക്കാണ് ഓടിയേ? വീട്ടിലേക്ക്. എന്തിനാ? ഓ, എന്റെ സഹോദരി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. അവളിതറിഞ്ഞില്ല. അവിടെ ചെന്ന് പറയാണ്, ഇത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ മാർത്തയുടെ വിശ്വാസവും മാർത്തയുടെ ഹൃദയവും ഒക്കെ യേശുവിന്റെ മുമ്പിൽ ശരിക്കും തുറന്നു കാട്ടിയതിനു ശേഷം നേരെ പോവുകയാണ്. സഹോദരി മറിയയെ അവിടെ പറയുന്ന ഒരു കാര്യം സ്വകാര്യമായി വിളിച്ചു. എന്നിട്ട് പറയാണ്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഇതൊന്നും അവിടെ രേഖപ്പെടുത്തി, അത് അങ്ങനെ വിളിച്ച കാര്യമൊന്നും കർത്താവ് മറിയ എവിടെയൊന്നും ചോദിച്ചായിട്ടൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ യേശുവിന്റെ പാപത്തിൽ നിന്നും ഒരുപക്ഷെ അന്വേഷിച്ചും കാണും. അതൊന്നും അവിടെ എല്ലാം രേഖപ്പെടുത്തി കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. അവിടെ പറയുക രഹസ്യമായിട്ട് ചെന്ന് മറ്റുള്ളവർ അറിയേണ്ട കാര്യമല്ല. അവരറിഞ്ഞാൽ ചിലപ്പോൾ കോലാഹലം ഉണ്ടാക്കും. അതുകൊണ്ട് മറിയയുടെ കാതുകളിൽ സ്വകാര്യമായി പറയുകയാണ്, നിന്റെ ഗുരു വന്നിട്ടുണ്ട്. ഇത് മാർത്തയുടെ ശരിയായ ഒരു ഇടപെടലാണ്. മാർത്ത കർത്താവിനെതിരേറ്റപ്പോൾ തനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച ആശ്വാസം അത് ഞാൻ മാത്രം പ്രാപിച്ചാൽ പോരാ, എന്റെ സഹോദരി ദുഃഖത്തിൽ കഴിയുകയാ, അവൾക്കും ഈ ആശ്വാസം ലഭിക്കണം. ഇത് ശരിയായ ഒരു ഇടപെടലാണ്, മറ്റുള്ളവരോടുള്ള ശരിയായ ഇടപെടലാണ്. ഇവിടെ മാർത്തയുടെ ഇടപെടൽ അത്തരത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. യേശു അങ്ങോട്ട് പോയില്ല, അവിടെ തന്നെ നിന്നു എന്നാണ് വായിക്കുന്നത്. എന്നിട്ട് അവിടെ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നീ ആഗ്രഹത്തോടെ ഇരുന്നില്ലേ? എന്റെ ഗുരു എപ്പോൾ വരുമെന്ന് ആഗ്രഹത്തോടെ ഇരുന്നില്ലേ? ആ ഗുരു, നീ ആർത്തിയോടെ കാത്തിരുന്ന ഗുരു വന്നിട്ടുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഗുരു വന്നിട്ടുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ളവൻ വന്നിട്ടുണ്ട്. നിനക്ക് സമാധാനം നൽകുവാൻ കഴിവുള്ളവൻ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യഥാർത്ഥ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു.
യേശു വിളിക്കുന്നത് നിനക്ക് ആശ്വാസം നൽകുവാനാണ്, നിനക്ക് സമാധാനം നൽകുവാനാണ്, നിന്റെ പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കുവാനാണ്, നിന്റെ എല്ലാ ഇല്ലായ്മകളെയും നീക്കുവാനാണ് യേശു വിളിക്കുന്നത്. പാപമോചനം നൽകുവാൻ വിളിക്കുന്നവൻ. അവൻ നമ്മെ വീണ്ടും വ്യക്തിപരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാർത്ത അറിയിച്ച സന്ദേശത്തോട് മറിയ എങ്ങനെ പ്രതികരിച്ചു? ഇത്രയും സമയം വരാതെ, വരേണ്ട സമയത്ത് വരാതെ മരിച്ച് ദിവസം 4 ഇപ്പൊ ഗുരു വന്നോ? നമ്മളാണെങ്കിൽ മൈൻഡ് ചെയ്യില്ല. ഇങ്ങോട്ട് വരട്ടെ എന്ന് മാർത്തയോട്, ആ മാർത്തയ്ക്ക് ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു? അതിലും ഉപരിയാണ് മറിയയ്ക്ക് കർത്താവിനോടുള്ള സ്നേഹം. മറിയയ്ക്ക് കർത്താവിനോടുള്ള സ്നേഹം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണല്ലോ: കേട്ട ഉടനെ എഴുന്നേറ്റവന്റെ അടുക്കൽ വന്നു, arose quickly and running to him എന്നാണ് ഇംഗ്ലീഷിൽ. ഓടി വന്നു. യേശുക്രിസ്തു പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ചില്ല എങ്കിലും ആ മറിയയുടെ ആവേശം, യേശുവിനെ ഒന്ന് കാണുവാൻ, യേശുവിനോട് കാര്യങ്ങൾ പറയുവാൻ, യേശുവിനെ കണ്ട് സമാധാനം പ്രാപിപ്പാൻ, എത്ര വ്യഗ്രതയാണ് മറിയയുടെ ഹൃദയത്തിലുള്ളത്. നിരാശയിൽ കഴിഞ്ഞിരുന്ന മറിയയ്ക്ക് ഈ മാർത്ത നൽകിയത് ശരിക്കും ആശ്വാസത്തിന്റെ വചനമാണ്. ഇതിന് ആ വചനത്തിന്റെ മുമ്പിൽ ഒട്ടും തന്നെ അമാന്തിച്ചില്ല, ആരോടും ആലോചിച്ചില്ല. എഴുന്നേറ്റ് ഒറ്റ ഓട്ടമാണ് ഓടിയിട്ട് ഈ ഓട്ടം അവിടെ കൂടിയുന്നവരെയൊക്കെ വിസ്മയിപ്പിച്ചു. അവരെല്ലാം വിചാരിച്ചെന്താണ്? മറിയ എങ്ങോട്ട് പോകണമെന്നാണ്? ലാസറിന്റെ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്നാണ്. അവരും കൂടെ പോയി. മറിയ ഇനി വല്ല പ്രവർത്തിച്ചു കളയുവോ? വിഷമം കൊണ്ട്, ഇതൊക്കെ കൊണ്ടായിരിക്കും അവരും കൂടെ പോയി. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല. അവരെയൊക്കെ വിസ്മയിച്ചുകൊണ്ട് യഥാസമയത്ത് പ്രവർത്തിക്കാത്ത എല്ലാവരും യേശുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഗുരുനാഥന്റെ അടുക്കലേക്കാണ് മറിയ കടന്നു ചെന്നത്. മാത്രവുമല്ല, മാർത്തയേക്കാൾ ഉപരിയായി ഈ മറിയ അവിടെ ചില കാര്യങ്ങൾ ചെയ്തു. എന്താ ചെയ്തത്? കർത്താവിന്റെ കാൽക്കൽ വീണു. അതാണ് ചെയ്തത്. കാൽക്കൽ വീണു. അത്രയുമാണോ? കരഞ്ഞുകൊണ്ട് ആ തേങ്ങലിൽ നിന്ന് ഒരു വാചകം ഉണർത്തിച്ചു: കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. തന്നെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ആ പ്രവർത്തിക്കാത്തതിലുള്ള പരിഭവമല്ല, കർത്താവിന്റെ പാദത്തിൽ അങ്ങ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ്. അങ്ങ് ഞങ്ങൾ വിചാരിച്ചതുപോലെ പ്രവർത്തിച്ചില്ല, എന്നാലും എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തിലും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. എനിക്ക് അങ്ങയോടുള്ള വിശ്വസ്തതയ്ക്ക് മാറ്റം വന്നിട്ടില്ല. എനിക്ക് നേരത്തെ എത്ര സ്നേഹമുണ്ടായിരുന്നു, എത്രത്തോളം വിശ്വസ്തമായിട്ട് ഞാൻ അങ്ങയോട് പ്രവർത്തിച്ചോ, അതേ വിശ്വസ്തത എന്റെ ലാസറിന്റെ സഹോദരൻ മരിച്ചിട്ടും എന്നോടൊപ്പമുണ്ട്. യേശുവിനോടുള്ള സ്നേഹവും വിശ്വസ്തതയും. അവിടെ പറയുന്നു, ഈ യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി. അങ്ങോട്ട് വരട്ടെ എന്ന് നോക്കിയിരുന്നില്ല. യേശുവിന്റെ കാൽക്കൽ വീണു. saw him and fell down at his feet. യാതൊരു ഈ കടന്ന് അവിടെ നോക്കണം, യഹൂദന്മാരൊക്കെ നിപ്പുണ്ട്, മാർത്ത നിപ്പുണ്ട്, കർത്താവിന്റെ ശിഷ്യന്മാർ നിപ്പുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ യേശുവിന്റെ കാൽക്കൽ വീണ് കരയുകയാണ്. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല എന്ന്. ഇത് ഒരു ഹൃദയഭേദകമായ കാഴ്ചയല്ലേ? തുടർന്ന് വിവരിപ്പാനുള്ള സമയം പോരാ, ഇനി ചോദ്യത്തിലേക്ക് വരാം. യേശുക്രിസ്തു എന്തിന് കരഞ്ഞു? അവിടെ വായിക്കുന്നത് മറിയ കരയുന്നതും മറിയോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശുക്രിസ്തു കരഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. അവൾ കരയുന്നതും കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. ഗ്രൗണ്ട് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഹി വാസ് ഡീപ്ലി മൂവ്ഡ് ഇൻ സ്പിരിറ്റ്. അപ്പോൾ ലാസറിന്റെ മരണമല്ല
യേശുവിനെ കരയിപ്പിച്ചത് ആണോ? അല്ല. മറിയയുടെ കരച്ചിലാണോ യേശുവിനെ കരയിപ്പിച്ചത്? കരയുന്നത് കണ്ടിട്ടാ കരഞ്ഞത്. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ് കരയുന്നവരോടുകൂടെ കരയുന്നവനാണ്. അവൻ മാറി നിൽക്കുന്നവനല്ല. അവനൊരിക്കലും മറ്റുള്ളവരുടെ ഹൃദയവ്യഥ കാണാതിരിക്കാൻ കഴിയുന്നവനല്ല. മറ്റുള്ളവരുടെ ദുഃഖത്തിന്റെ ആഴവും ഹൃദയത്തിന്റെ വ്യഥയും ശരിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നവനാണ് ഞാൻ വിശ്വസിക്കുന്ന, നാം ഓരോരുത്തരും വിശ്വസിക്കുന്ന കർത്താവ്. എന്നിട്ടാണ് കർത്താവ് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത്. അവനെ വച്ചത് എവിടെ? ഈ കരച്ചിൽ കണ്ടു ഹൃദയം നൊന്ത് കലങ്ങി. എന്നിട്ട് ചോദിക്കുന്നു, അവനെ വച്ചത് എവിടെ? കർത്താവിനറിയാം എവിടെയാണ് വെച്ചത്. അപ്പോൾ മറ്റുള്ളവർ വന്ന് കാണുക, വന്ന് കാണുക. കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് അവൻ വീണ്ടും കരയുകയാണ്. അവിടെ വെച്ചാണ് ജീസസ് വെപ്റ്റ്. യേശുവിന് എന്തുകൊണ്ട് ഇത്ര വേദനയും ഹൃദയഭാരവും ഉണ്ടായി? ആ കല്ലറയ്ക്കിൽ നിന്നുകൊണ്ട് ധാരധാരയായി കണ്ണുനീർ ഒഴുക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് യഹൂദന്മാർ രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. യേശു എന്തിന് കരഞ്ഞു? യേശു സ്നേഹിക്കുന്ന, ശ്രദ്ധിച്ച് കേൾക്കുക, യേശു സ്നേഹിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ ഇത്രത്തോളം ദുഃഖകരമായ ഒരവസ്ഥയിലൂടെ കടത്തേണ്ടി വന്നുവല്ലോ. അവരുടെ വേദന ഇത്രത്തോളം കാഠിന്യമാക്കി തീർക്കേണ്ടി വന്നല്ലോ. ഇതോർത്തിട്ടാണ് യേശു കരഞ്ഞത്. ലാസർ മരിച്ചതിന്റെ ദുഃഖമല്ല, കാരണം ലാസറിനെ ഉയർപ്പിക്കാൻ പോവുകയാണ്. അവൻ 2 ദിവസം അവിടെ പാർത്തു. അയ്യോ, ഈ കുടുംബത്തെ എന്നെ എന്തുമാത്രം ശുശ്രൂഷിച്ച കുടുംബമാണ്, എനിക്ക് വേണ്ടി എന്തുമാത്രം അധ്വാനിച്ച കുടുംബമാണ്, എന്നെ എന്തുമാത്രം സ്നേഹിച്ച കുടുംബമാണ്. ആ സ്നേഹത്തെ ഇത്രയും ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടത്തിവിടുവാൻ ഇടയായല്ലോ എന്ന് പറഞ്ഞാണ് കർത്താവ് കരഞ്ഞത്. പ്രിയമുള്ളവരെ, അത് നാം മനസ്സിലാക്കണം. റോമർക്കെഴുതിയ ലേഖനം 8:28 ഒരു വാക്യമുണ്ടല്ലോ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യേശു ക്രിസ്തുവിന് തന്റെ മഹത്വം വെളിപ്പെടുത്തണമെങ്കിൽ ഇതുപോലെ ഒരു കുടുംബത്തിലൂടെ പറ്റുള്ളൂ. യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലൂടെ മാത്രമേ യേശുവിന് കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തടത്ത് ദൈവനാമം മഹത്വപ്പെടില്ല. നാം യേശുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ വരുന്ന പ്രതിസന്ധികളിലൂടെ, കഷ്ടതകളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ നാമം മഹത്വപ്പെടണം. അങ്ങനെ മഹത്വപ്പെടുന്നത് യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന, വിശ്വസ്തമായി പെരുമാറുന്ന ഒരു കുടുംബത്തിലൂടെ, ഒരു വ്യക്തിയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. നമ്മൾ ആത്മാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? തുടർന്ന് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ യേശു പ്രവർത്തിക്കുന്നുണ്ട്. യേശു വാക്കുകൊണ്ട് മാത്രം ആശ്വസിപ്പിക്കുന്നവനല്ല. അവൻ കണ്ണുനീർ ഒഴുക്കിപ്പിക്കുന്നവൻ മാത്രമല്ല, നമ്മുടെ കണ്ണുനീരോടുകൂടെ പങ്കുചേരുന്നവൻ മാത്രമല്ല, അവൻ നമ്മെ അവന്റെ പ്രവൃത്തി കൊണ്ടും ആശ്വസിപ്പിക്കുന്നവനാണ്. തുടർന്നുള്ള സംഭവം നിങ്ങൾക്ക് അറിയാലോ. ലാസറിനെ ഉയർപ്പിക്കുകയാണ്. ആശ്വാസം അവർക്ക് ഉണ്ടായ ആ ദുഃഖം, ഒരു ദുഃഖം വന്നു. എന്നിട്ട് അവിടെ ഈ ലാസർ ഉയർപ്പിച്ചപ്പോൾ എന്തായിരിക്കും ഇവരുടെ കുടുംബത്തിന്റെ സ്ഥിതി? ഭയങ്കര സന്തോഷം ഉണ്ടായി കാണും അല്ലേ? അതാണ് ഒരു വലിയൊരു അത്താഴ വിരുന്ന്. പിന്നെ ഒരിക്കൽ 12-ാം അധ്യായത്തിൽ ഭയങ്കര ഒരു അത്താഴ വിരുന്ന് ഒരുക്കുക. ആ ലാസർ അസുഖമായി കിടന്നപ്പോൾ കർത്താവ് പ്രവർത്തിച്ച് സൗഖ്യം കൊടുത്തെങ്കിൽ ദൈവനാമം ഇത്രത്തോളം മഹത്വപ്പെടുമോ? ഒരിക്കലുമില്ല. അവർക്ക് ഇത്ര സന്തോഷം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയുമോ? ഇല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യേശു പ്രവർത്തിക്കുന്നവനാണ്. വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുന്നവൻ മാത്രമല്ല, അവൻ പ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെട്ട് അവൻ ചെയ്യുന്നവനാണ്. എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ടുണ്ട്, നമ്മുടെ പാട്ടുസിലുള്ളതാണ്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ. അറിയാമോ എല്ലാവർക്കും ആ പാട്ട്? ഒന്ന് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ചാലോ, മഹത്വപ്പെടുത്തിയാലോ. കരുതുന്നവൻ ഞാനല്ലയോ,
കലങ്ങുന്നതെന്തിനു നീ കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ, എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ, എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും പുലർത്തിടും കൃപയാൽ, എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും പുലർത്തിടും കൃപയാൽ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ, എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ, എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും പുലർത്തിടും കൃപ, എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും ധരയിൽ കരുതുന്നവൻ എന്തിനു നീ താഴ്വരയിൽ കണ്ടിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചപ്പോൾ ലാസർ പുറത്തേക്ക് വന്നു. അതിനു മുമ്പ് തന്നെ ജീവൻ നൽകി അവന്റെ ജീർണതയൊക്കെ മാറ്റി. ലാസർ പുറത്തു വന്നത് ജീർണിച്ച ശരീരവുമായിട്ടല്ല, ദുർഗന്ധം വമിക്കുന്നവനായിട്ടല്ല. ലാസർ ഏത് ശരീരത്തോടുകൂടെ കല്ലറയിലേക്ക് കടന്നുപോയോ അതേ ശരീരത്തോടുകൂടെയാണ് ലാസർ വന്നത്. ആ മർത്യമായ ശരീരത്തോടുകൂടെ തന്നെയാണ് ലാസർ വീണ്ടും വന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, കാഹളം ധ്വനിക്കും, ഒരു നാൾ കാഹളം ധ്വനിക്കും, കർത്താവുടെ ഗംഭീരനാദം മുഴക്കും. അന്ന് നാം രൂപാന്തരപ്പെടും. ലാസറെ എന്ന് വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നത് അവന്റെ മർത്യമായ ശരീരത്തോടു കൂടെയാണ്. അവന് പിന്നെയും രോഗം ബാധിച്ചു കാണും, അവൻ മരിച്ചു കാണും. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു നാൾ കർത്താവ് നമ്മെ വിളിക്കും, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിൻ എന്ന് വിളിക്കുമ്പോൾ നാം മർത്യ ശരീരത്തോടു കൂടെയല്ല, അമർത്യമായ ശരീരത്തോടു കൂടെ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടെ നാം പുറത്തേക്ക് വരും. അവൻ നമ്മെ രൂപാന്തരപ്പെടുന്നു. മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ക്ഷയമുള്ളവരായിട്ടല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യം, നമ്മുടെ അവസ്ഥ എത്ര നല്ല ഭാഗ്യകരമായ അവസ്ഥയാണ്. ഇതിനെ ഓർത്താൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ എത്രത്തോളം കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് വരുന്ന കഷ്ടങ്ങളൊക്കെ സാരമില്ല എന്നെക്കൊണ്ട് ഒരു നാൾ അവിടെ ലാസറേ എന്ന് വിളിച്ചിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ആ കല്ലറയിൽ തന്നെ പലരെയും വെച്ചിട്ടുണ്ടായിരിക്കും. അവരെല്ലാം കൂടെ എണീറ്റ് വന്നനെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ലാസറിനെ മാത്രം പേർ ചൊല്ലി വിളിച്ചു. നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുന്ന ഈ നാശകരമായ അവസ്ഥയിൽ നിന്നും പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനായിട്ട് നമുക്ക് ഒരുത്തരുമയോടുകൂടെ ഒരുക്കത്തോടുകൂടെ നമുക്ക് കാത്തിരിക്കാം. കർത്താവ് വരും, താമസിക്കുകയും ഇല്ല.